അടുത്തത് കുട്ടികൾ മിക്കവരും വെറുതെ ആവശ്യമില്ലാതെ സ്കിപ്പ് ചെയ്ത സ്റ്റാൻഡേർഡാണെന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒഴിവാക്കി വിട്ട ക്വസ്റ്റ്യനാണത്. ഓക്കെ, 4 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഗ്രാഫ് എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചുണ്ടാവും. 4 ഗ്രാഫ് വന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ഡസൻറ്റ് റെപ്രസെൻ്റ് എ ഫങ്ഷൻ ഇൻ ആർ. ഇതിലേതാണ് ഒരു ഫങ്ഷനെ റെപ്രസെൻ്റ് ചെയ്യാത്ത ഗ്രാഫ്? ഓക്കെ, ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനൊക്കെ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു ഫങ്ഷൻ റെപ്രസെൻ്റ് ചെയ്യാത്ത ഗ്രാഫ് ഇനിയൊക്കെ പോട്ടെ, നിങ്ങൾ ആ ഫങ്ഷൻ്റെ മീനിങ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഫങ്ഷനാണ്? ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ അവിടെ കണ്ടിട്ടുണ്ട്. ഈ ഫംഗ്ഷന് നമ്മൾ കണ്ടിട്ടുണ്ട്. സിഗ്നം ഫംഗ്ഷൻ്റെ അവിടെ കണ്ടിട്ടുണ്ട്. ഇതും അതേ നമ്മൾ 1/xൻ്റെ അവിടെ കണ്ടിട്ടുണ്ട്. 1/x ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രാഫുകളാണ്, നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഗ്രാഫുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ കണ്ടിട്ടേ ഇല്ല എവിടെ. അങ്ങനെ നിങ്ങൾക്ക് ഗസ്റ്റ് അടിച്ച് എഴുതായിരുന്നു. ഇനി പോട്ടെ, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഫങ്ഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഒരാൾക്ക് 2 ഇമേജ് പാടില്ല. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. എങ്ങനെയാണ്? എക്സ് വില നോക്കും, അതിൻ്റെ ഇമേജ് നോക്കും. അടുത്ത എക്സ് വില നോക്കും, അതിൻ്റെ ഇമേജ് നോക്കും. അടുത്ത എക്സ് വില നോക്കും, അതിൻ്റെ ഇമേജ് നോക്കും. ഇവിടെയൊക്കെ അങ്ങനെയല്ലേ ചെയ്യണത്? എക്സ് വില താഴെ ഉണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വില അല്ലെങ്കിൽ ഇമേജ് നോക്കും. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു ഗ്രാഫ് കിട്ടുക. ഇവിടെയൊക്കെ അതെ, ഇവിടെയൊക്കെ നോക്കിയാലും അതെ. സിഗ്നം ഫംഗ്ഷൻ നമുക്കറിയാം, >0 ആകുമ്പോൾ എല്ലാവർക്കും 1 ആണ് നമ്മളുടെ ഇമേജ്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ വന്നത്. പക്ഷേ ഈ ഗ്രാഫ് നോക്കി നോക്കൂ. ഞാൻ 2ൻ്റെ ഇമേജ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ നേരത്താം, നിങ്ങൾ മുകളിലത്തെ പറയുമോ അതോ താഴത്തെ പറയുമോ? 2 ഇമേജ് വരില്ലേ, മേലെയും താഴെയും? ഇപ്പോൾ 3ൻ്റെ ഇമേജ് പറഞ്ഞു, മേലെ ഉണ്ടാവും ഒന്ന്, താഴെ ഉണ്ടാവും. അതായത് ഒരാൾക്ക് 2 ഇമേജ് വരുന്നുണ്ട്. സോ വിച്ച് എമംഗ് ഡസൻറ്റ് റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ ഇൻ ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, റഫായിട്ടൊരു ഫിഗർ വരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതിൽ, അല്ലെങ്കിൽ ഓപ്ഷൻ സി എന്ന് എഴുതിയാലും മതി. അത്രയും ചെയ്യേണ്ടുള്ളൂ. ആ ഓപ്ഷൻ സി എന്ന് മാത്രം എഴുതിയാൽ മതി, ഒരു മാർക്കായി. ഇനി ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഗ്രാഫ് ഇൻ എ. എ എന്ന ഗ്രാഫ് ഏത് ഫംഗ്ഷൻ്റെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് വയ്ക്കുമല്ലോ. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രിഗണോമെട്രിയിൽ നിങ്ങൾ 6 ഗ്രാഫും കണ്ടിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഹാഫ് ഇയർലിക്ക് അത് വരയ്ക്കാൻ, കോസെക്സിൻ്റെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏത് ഗ്രാഫാണ്? 0യിൽ ഏതാ ഇമേജ് നോക്കിയാൽ മതി. ഇത് 2 എണ്ണം ഇതേ ഷേപ്പിൽ വരുന്നുണ്ട്, സൈൻ എക്സും കോസ് എക്സും. അത് സൈനാണോ കോസ് ആണെന്ന് മനസ്സിലാക്കാൻ 0ത്തെ ഇമേജ് നോക്കിയാൽ മതി. 0യിൽ എന്താണ്? 0. സൈൻ 0 അല്ലേ 0, കോസ് 0 1 അല്ലേ. അപ്പോൾ സൈൻ 0 ആയതുകൊണ്ട് ഈ ഗ്രാഫ് ഏതിൻ്റെ ആയിരിക്കും? സൈൻ എക്സിൻ്റെ ആയിരിക്കും. സൈൻ എക്സിൻ്റെ ഡൊമൈനും റേഞ്ച് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഫംഗ്ഷൻ സൈൻ എക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഡൊമൈന് കാണാതെ പഠിച്ചോ. ഏത് വേണമെങ്കിലും നമുക്ക് സൈൻ എക്സിനകത്ത് ഇൻപുട്ടായി കൊടുക്കാം. ഓക്കെ, സോറി, മിസ്റ്റേക്ക് ഉണ്ടല്ലേ, സൈൻ എക്സ് അല്ലല്ലോ. ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യാണ്ടിരിക്കുക. ഡൊമൈൻ റേഞ്ച് ഓഫ് ദ ഗ്രാഫ് ഇൻ എ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എ എന്ന ഗ്രാഫിൻ്റെ ഡൊമൈൻ റേഞ്ചുമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തത് ബി ആണ്. ബി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്തത് സി ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അതൊന്ന് ആദ്യം ചെയ്യാം, സി ക്വസ്റ്റ്യൻ. ഓക്കെ, സി ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ശരിക്കും പറഞ്ഞാൽ സൈൻ എക്സ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നാണ് സി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി എന്ന ഗ്രാഫിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അത്രയേ ഉള്ളൂ. ആ ഫംഗ്ഷൻ ഏതാണെന്ന് ചോദ്യം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷനായിട്ട് തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, എഫ് ഓഫ് എക്സും വൈയും സെയിം മീനിങ്ങിലാണ് എടുക്കുക. അപ്പോൾ ഇത് 3ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് കേട്ടോ. ഞാൻ മാറി എടുത്തിട്ടാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ, ഗ്രാഫ് എയെ കുറിച്ചിട്ടാണ്, ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഗ്രാഫ് എ നോക്കി നോക്കൂ. ഇത് ശരിക്കും ചെറിയൊരു കൺഫ്യൂസിങ് ആണ്. ഇവിടെ ഒരു 0ൻ്റെ അവിടെയും കൂടെ ഒരു പോയിൻ്റ് വേണമായിരുന്നു, എന്നാലേ നമ്മൾ പറയുന്ന സിഗ്നം ഫംഗ്ഷൻ ആവുമായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 0ൻ്റെ അവിടെ പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൊമൈൻ r-set0 എന്ന് എഴുതാം. റേഞ്ച് എഴുതുമ്പോഴും -1ഉം 1ഉം മതി. ഓക്കെ, ഇത് സിഗ്നം ഫംഗ്ഷൻ ആയിട്ടില്ല ശരിക്കും. അപ്പോൾ നിങ്ങൾ അക്കോർഡിംഗ് ടു ഗിവൺ ഫിഗർ, തന്ന ഫിഗർ വെച്ചിട്ട് നമ്മൾ ഡൊമൈനും റേഞ്ചും എഴുതുകയാണെങ്കിൽ, ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യിൽ ശരിക്കും വാല്യൂ ഇല്ലല്ലോ. 0ൻ്റെ വാല്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഹോളാണ്, താഴത്തേക്ക് നോക്കിയാലും ഹോളാണ്. അതായത് 0യിൽ ഇമേജ് ഇല്ല. അപ്പോൾ നമുക്ക് ഡൊമൈൻ ശരിക്കും r-set0 എന്ന് എഴുതേണ്ടി വരും. അല്ല, സിഗ്നം ഫംഗ്ഷനൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുക. ഇതിൽ പിക്ചറിലേക്ക് ചെറിയ കറക്ഷനൊക്കെ ആയിട്ടാവാം. എന്തായാലും r-set0 എഴുതിയാലും, ഇനി r എന്ന് എഴുതിയിട്ട് സിഗ്നം ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്താലും തെറ്റൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ സിഗ്നം ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത് 1ഉം
-1 മാത്രമേ ഉള്ളൂ. ഇവിടെ പോയിൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 0 കൂടെ എഴുതായിരുന്നു. അപ്പോൾ റേഞ്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ -1 1 എന്ന് സെറ്റായിട്ട് ഒരിക്കൽ ഇൻ്റർവലായിട്ട് എഴുതരുത്. -1 1 എന്ന് ഇങ്ങനെ തന്നെ എഴുതുക. അല്ല, ഇനി നിങ്ങൾ 0 കൂടെ ഉൾപ്പെടുത്തി അവിടെ സിഗ്നൽ ഫംഗ്ഷൻ ആണെന്ന് ധരിച്ചിട്ട് -1 0 1 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ ഇത്രയേ ഉള്ളൂ ആൻസർ ഉണ്ടായിരുന്നത്. അതിന് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുമായിരുന്നു.